ട്രംപിന്റെ താരിഫ് ഇന്ത്യക്ക് ഇപ്പോൾ 50% അടിച്ചു വന്നപ്പോൾ പാകിസ്ഥാനും 19% അടിച്ചു കൊടുക്കുന്നു. അപ്പോഴാണ് മനസ്സിലാക്കിയത് അവിടെ ഈ വ്യാപാരമൊക്കെ ഉണ്ടെന്നുള്ളത്. കാരണം നമ്മളവിടെ തീവ്രവാദ രാഷ്ട്രം എന്നുള്ള രീതിയിലാണല്ലോ കേട്ടിട്ടുള്ളത്. പിന്നെ ഈ പറയുന്ന സൈനിക രാഷ്ട്രം, ഈ രണ്ടുമാണ് പാകിസ്ഥാനെ പറ്റി കേട്ടിട്ടുള്ളത്. അപ്പോൾ ആ പാകിസ്ഥാനും കച്ചവടങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി, അവിടെയും വ്യാപാരങ്ങളുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ അവിടെ നിന്ന് കേൾക്കുന്ന വേറൊരു കാര്യമാണ് ഈ മിൽ ബസ് എന്ന് പറയുന്നത് പ്രത്യേക തരത്തിലുള്ള ഒരു വ്യാപാരം. അതെന്താണ്? ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക് ഒരുപാട് വലിയ വലിയ വ്യാപാരികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അദാനി, അംബാനി, ടാറ്റ, ബിർള, ഇങ്ങ് കേരളത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങേ അറ്റത്ത് ബോബി ചെമ്മണ്ണൂർ വരെ അങ്ങനെയുള്ള വ്യാപാരികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാനിൽ ഇത്തരത്തിൽ ഏതെങ്കിലും വ്യാപാരികളോ അല്ലെങ്കിൽ വ്യവസായ പ്രമുഖരോ അവരെക്കുറിച്ചുള്ള അങ്ങനെ വാർത്തകളൊന്നും അധികം ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ അവർ നമുക്ക് അറിയത്തില്ല, അത്രക്ക് പ്രസിദ്ധരൊന്നുമല്ല. അതിന് കൃത്യമായ കാരണമുണ്ട്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ സൈന്യം തന്നെയാണ്. കൃത്യമായി പറഞ്ഞാൽ പാക് മിലിറ്ററി. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ സൈന്യം അവിടുത്തെ ഒരു ബിസിനസ് സംരംഭകരാകുന്നത് എങ്ങനെയാണെന്നുള്ളത് കൗതുകകരമായ കാഴ്ചയാണ്. കാരണം ഒരു രാജ്യത്തും അങ്ങനെ ഒരു സാധനം ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ പാകിസ്ഥാനിലെ സ്ഥിതി വ്യത്യസ്തമാണ്. അവിടുത്തെ സർക്കാരിനെ നിയന്ത്രിക്കുന്നത് സൈന്യമാണ്. അതിനുള്ള ശേഷിയും അവർക്കുണ്ട്, അതിനുള്ള സമ്പത്തുമുണ്ട്, അതിനുള്ള ആൾബലവും പാക് സൈന്യത്തിനുണ്ട് എന്നുള്ളതാണ് വാസ്തവം. കൃത്യമായി പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ മൊത്തം GDP എന്ന് പറയുന്നത്, അതായത് മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം എന്ന് പറയുന്നത് $346 ബില്യൺ 2024 അവർ രേഖപ്പെടുത്തിയത്. അതിൻ്റെ 11%, കൃത്യമായി പറഞ്ഞാൽ $40 ബില്യൺ വ്യാപാരം ചെയ്യുന്ന പ്രസ്ഥാനമാണ് പാകിസ്ഥാൻ സൈന്യം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇത്തരത്തിൽ പാകിസ്ഥാനെ പൂർണ്ണമായും എന്തുകൊണ്ട്, ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാം. അസീം മുനീർ, ഈ പാകിസ്ഥാനിൽ ഒരു ഭരണകൂടമുണ്ട്, അവിടെ ഒരു പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും ഒക്കെ ഉണ്ട്. എന്നിട്ടും അമേരിക്കയുമായി ഡീൽ ചെയ്യാൻ വേണ്ടി പാക് സൈനിക മേധാവി പോകുന്നു. അതിൻ്റെ കാരണം എന്താ? അത് വളരെ കൗതുകകരമായ സംഗതിയാണ്. കാരണം ഒരു ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഉള്ളപ്പോൾ, അതിനെ നയിക്കാൻ ഒരു ഭരണകൂടമുള്ളപ്പോൾ, അതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് സൈനിക മേധാവി അമേരിക്കയെ പോലുള്ളൊരു വമ്പൻ രാഷ്ട്രത്ത് പോയി ബിസിനസ് ഡീൽ ചർച്ച ചെയ്യുന്നു. അതിൻ്റെ ഉള്ളറകൾ തപ്പിപ്പോകുമ്പോഴാണ് പാകിസ്ഥാനിലെ ഇത്തരത്തിലുള്ള യഥാർത്ഥ ചിത്രം നമുക്ക് കിട്ടുക. കാരണം ഈ പാകിസ്ഥാൻ ഇത്തരം വ്യാപാര ഇടപാടുകൾ നടത്തുന്നതിന് വേണ്ടി വലിയ, നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ കിഫ്ബി എന്ന് പറയുമല്ലോ, വിദേശ നിക്ഷേപം സ്വീകരിക്കാനായിട്ട് ഉണ്ടാക്കിയ ഒരു പദ്ധതി. ഇതേപോലെ പാകിസ്ഥാൻ സൈന്യവും വിദേശ ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി ഒരു എന്താ പറയുക, ഒരു വെഹിക്കിൾ എന്നാണ് പറയുക. അതായത് ഇത് മൊബിലൈസ് ചെയ്യാൻ വേണ്ടി വിദേശ ഫണ്ടിങ് ഒക്കെ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസി. അപ്പോൾ അതിലേക്ക് വേണ്ടി നിക്ഷേപം ആകർഷിക്കാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ അസീം മുനീർ അമേരിക്കയിലേക്ക് പോയത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഇത്രയ്ക്ക് വലിയ ഭീമന്മാരാണോ ഈ പാകിസ്ഥാൻ സൈന്യം എന്ന് ചോദിച്ചാൽ അതെ എന്ന് തന്നെ പറയണം. കാരണം പാകിസ്ഥാനിൽ വിറ്റഴിക്കുന്ന മൊട്ടുസൂചി മുതൽ എന്തിന് ഇറച്ചിയും മീനും വരെ വിൽപ്പന നടത്തുന്നതിൽ പാകിസ്ഥാൻ സൈന്യത്തിന് പങ്കുണ്ട്. ഇത് മാത്രമല്ല, അവിടെ നടക്കുന്ന റിയൽ എസ്റ്റേറ്റ് ഡീലുകളിൽ, മാത്രമല്ല സ്കൂളുകൾ, കോളേജുകൾ, ഏവിയേഷൻ അക്കാദമികൾ എന്ന് വേണ്ട ആശുപത്രികൾ, ഹൗസിംഗ് കോംപ്ലക്സുകൾ അടക്കം നിരവധിയായ പദ്ധതികൾ പാക് സൈന്യത്തിൻ്റെ കീഴിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പാകിസ്ഥാൻ സർക്കാർ ഔദ്യോഗികമായി തന്നെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം പാക് സൈന്യത്തിൻ്റെ കീഴിൽ 50 മെഗാ പ്രോജക്റ്റുകൾ അവരാണ് കൈകാര്യം ചെയ്യുന്നതാണ്. പിന്നെ അതിനനുബന്ധമായ മറ്റു പല പദ്ധതികളും ഈ പാക് സൈന്യത്തിൻ്റെ കീഴിൽ ഉണ്ട് എന്നുള്ളതാണ്. അതായത് വലിയൊരു കോർപ്പറേറ്റ് സെറ്റപ്പിലാണ് പാക് സൈന്യം എന്നാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഈ പാകിസ്ഥാൻ്റെ ചരിത്രം മൊത്തത്തിൽ നോക്കിയാൽ അത് സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് ഇപ്പോൾ 78 വർഷം പിന്നിട്ടു. ഇത്രയും കാലയളവിൽ ഏതാണ്ട് പകുതിയോളം ഭരിച്ചത് തന്നെ പാകിസ്ഥാൻ സൈന്യം നേരിട്ടാണ്. അത് സൈനിക അട്ടിമറി നടത്തി ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിച്ചുകൊണ്ട് സൈന്യം അധികാരം കൈയാളുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇനി അവിടെ ഭരണം കൈയാളിയിരുന്ന ഈ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളാവട്ടെ ഏറിയ പങ്കും ഇവരുടെ റബ്ബർ സ്റ്റാമ്പുകളായിരുന്നു. സൈന്യം പറയുന്നതിനപ്പുറം ആജ്ഞാപിക്കാനോ മറ്റു കാര്യങ്ങളോ ഇല്ല. സൈന്യവുമായി എതിർത്ത് സംസാരിച്ച മുൻ പ്രധാനമന്ത്രിമാർ 2 പേർ അവിടെ കൊല്ലപ്പെട്ട ചരിത്രവുമുണ്ട്. സൈന്യവുമായി കലഹിച്ചവർക്കൊക്കെ അധികാരം വിട്ട് ഒഴിയേണ്ടിയും വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇമ്രാൻഖാൻ. അവിടെ ഒരു പ്രധാനമന്ത്രിക്കും അവരുടെ കാലാവധി പൂർത്തിയാക്കാനുള്ള അവസരം നിർഭാഗ്യവശാൽ കിട്ടാത്ത ഒരു രാഷ്ട്രം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഷഹബാസ് ഷെരീഫിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. അദ്ദേഹം ഈ അസീം മുനീർ പറയുന്നതിന് റാൻ മൂളിയാൻ നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ച് ജയിലിടുമോ എന്ന കാര്യത്തിൽ നമുക്ക് ആശങ്ക വേണ്ട. അദ്ദേഹത്തിൻ്റെ കാര്യം സുരക്ഷിതം. പക്ഷേ ഇമ്രാൻഖാൻ അങ്ങനെ ആയിരുന്നില്ല. ഇമ്രാൻഖാൻ ഈ സൈന്യത്തെ അടക്കി ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു. അതുകൊണ്ടാണ് ഇമ്രാൻഖാൻ ഇപ്പോൾ ജയിലിൽ കഴിയുന്നത്.
ഇനി നോക്കുമ്പോൾ ഈ നേരത്തെ പറഞ്ഞല്ലോ ഈ പാക് സൈന്യത്തിന് ഏതാണ്ട് 50ഓളം വലിയ കോർപ്പറേറ്റ് ബിസിനസ് സെറ്റപ്പുകളൊക്കെ ഉണ്ടെന്ന്. ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഓരോ ട്രസ്റ്റുകളുടെ കീഴിലാണ്. കൃത്യമായി പറഞ്ഞാൽ ആർമി വെൽഫെയർ ട്രസ്റ്റ്, ഫൗജി ഫൗണ്ടേഷൻ, ഷഹീൻ ഫൗണ്ടേഷൻ, ബഹാരിയ ഫൗണ്ടേഷൻ, ഡിഫൻസ് ഹൗസിംഗ് സൊസൈറ്റി, ഇങ്ങനെയൊക്കെയുള്ള പേരിലാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. ഇതെല്ലാം ട്രസ്റ്റുകളായതുകൊണ്ട് തന്നെ രാജ്യത്തെ പിന്നെ ടാക്സ് നികുതി ഘടനകളിൽ നിന്ന് ഇവർ വലിയ രീതിയിൽ രക്ഷപ്പെടുന്നുണ്ട്. വലിയ രീതിയിലുള്ള നികുതി ഇളവുകൾ അല്ലെങ്കിൽ ടാക്സ് വെട്ടിക്കലടക്കം ഇവർ നടത്തുന്നുണ്ട്. ഇവർ വലിയൊരു സംഘടിത ശക്തി ആയതുകൊണ്ട് തന്നെ ഇവരുമായിട്ട് ഇത് എതിരിട്ട് നിൽക്കാൻ ഒരു വ്യവസായം അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ മത്സരാധിഷ്ഠിതമാണല്ലോ. പക്ഷെ ഇവർ ആ രാജ്യത്തെ വലിയ ഏകാധിപതികൾ, ഏറ്റവും വലിയ കുത്തക ഇടപാടുകാരായിട്ടാണ് പാക് സൈന്യം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എതിരാളികളില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇവർക്കൊരു വെല്ലുവിളിയായിട്ട് ഏതെങ്കിലും സ്ഥാപനം ഉയർന്നു വന്നാൽ അതിനെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ഇല്ലാതാക്കാൻ ഇവർക്ക് പറ്റും. അവിടുത്തെ ഈ പറയുന്ന ഒരുപാട് ട്രസ്റ്റുകൾ പറഞ്ഞല്ലോ, അതിൽ ഈ ആർമി വെൽഫെയർ സൊസൈറ്റി അതിന് മാത്രം 4000 കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു സ്ഥാപനമാണ്. ഏതാണ്ട് 28,000-ൽ പരം ജീവനക്കാർ ആ സ്ഥാപനത്തിന്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് രസകരമായ സംഗതി. മറ്റൊരു വസ്തുതയുള്ളത്, ഈ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഡീല് അല്ലെങ്കിൽ ഭൂമാഫിയ എന്ന് പറയുന്നത് പാക് സൈന്യമാണ്. പാകിസ്ഥാനിലെ മൊത്തം ഭൂവിസ്തൃതിയുടെ ഏതാണ്ട് 12% സൈന്യത്തിന്റെ കൈവശമുള്ളതാണ്. അതായത് പ്രതിരോധ വകുപ്പിന്റെ കീഴിലല്ല, സൈനിക ഓഫീസർമാർ, ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ കൈയാളുന്നവരാണ്. അത് മാത്രമല്ല, ഈ സൈന്യത്തെ സൂക്ഷിച്ചു നിർത്തേണ്ടത് ഭരണകൂടത്തിന്റെ അത്യാവശ്യമായതുകൊണ്ട് പല സൈനികർക്കും സൗജന്യമായിട്ട് ഭൂമി പതിച്ചു കൊടുക്കുക എന്നുള്ളതും പാകിസ്ഥാനിലെ ഒരു ആചാരമാണ്. ഇങ്ങനെ സൗജന്യമായി കിട്ടുന്ന ഭൂമിയിലൊക്കെ വൻകിട റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ നടത്തുക, അല്ലെങ്കിൽ വലിയ കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ച് അത് വലിയ വിലയ്ക്ക് വിറ്റ് ധനാഢ്യന്മാരാകുന്ന ചരിത്രമാണ് പാകിസ്ഥാന്റെ മുൻ സൈനികർക്കുള്ളത്. പിന്നെ അവിടെ വിരമിച്ച് പോകുന്ന സൈനികർക്കൊക്കെ ഇഷ്ടദാനമായിട്ട് വലിയ വലിയ ഭൂമികളും ഏക്കർ കണക്കിന് ഭൂമി, കൃഷിയിടങ്ങൾ അടക്കമുള്ളവയാണ് എഴുതി അങ്ങ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അവർ കൈവശം വെച്ച് പോകുന്നതാണ്. മറ്റൊന്നുകൂടിയുണ്ട്, ഈ വിവിധങ്ങളായ ട്രസ്റ്റുകളുടെ പേര് ഞാൻ പറഞ്ഞല്ലോ, അതിൽ ജോലി ചെയ്യുന്നവരും അടക്കം ഏതാണ്ട് 100% പേരും ഈ സൈന്യത്തിൽ നിന്ന് വിരമിച്ചവരാണ്. അതായത് അവർ ഔദ്യോഗിക കാലയളവിൽ സർക്കാരിൻ്റെ ആനുകൂല്യം പറ്റി, സർക്കാരിൻ്റെ മറ്റ് അവകാശങ്ങളൊക്കെ പറ്റി ജീവിക്കുകയും വിരമിച്ച ശേഷവും ഈ രക്തം കുടിച്ചു കഴിയുന്ന മൂട്ടേ കണക്ക് വീണ്ടും അള്ളിപ്പിടിച്ച് കിടക്കുകയാണ് ഈ പാക് സൈന്യം എന്ന് പറയുന്നത്. ഒരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ളൊരു സാധ്യത നിലനിൽക്കുന്നില്ല, കാരണം നമ്മുടെ വ്യവസ്ഥിതി അങ്ങനെ അനുവദിക്കുന്നില്ല. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഇപ്പോൾ ഈ പാകിസ്ഥാൻ സൈന്യം ഇങ്ങനെ ചെയ്യുന്നത് ഒരുപക്ഷെ പാക് പട്ടാളക്കാർക്ക് ശമ്പളം കൊടുക്കാനുള്ള ഒരു കെൽപ്പ് അവിടുത്തെ ഭരണകൂടത്തിന്, അല്ലെങ്കിൽ എല്ലാ കാലത്തും വന്ന ഭരണകൂടത്തിന് ഇല്ലാത്തത് കൊണ്ട് പാകിസ്ഥാൻ സൈന്യം തന്നെ അത് സ്വയം കണ്ടുപിടിച്ച ഒരു രീതി ആയിക്കൂടെ ഈ ഒരു പ്രവണത? ആ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. കാര്യം ഇത് ഈ രീതിയിൽ സ്വരൂപിക്കുന്ന പണം ഏറിയ പങ്കും പക്ഷേ പോകുന്നത് പാക് സൈന്യത്തിനുപരി ഇതിൻ്റെ പ്രോക്സി സംഘടനകൾക്കാണെന്നുള്ള വസ്തുതയും കൂടിയുണ്ട്. പാക് സൈന്യം പ്രോത്സാഹിപ്പിക്കുന്ന ഭീകരവാദ കേന്ദ്രങ്ങൾ, ഭീകരശക്തികൾ നിരവധിയുണ്ട്. ഇപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ പാക് സൈന്യം ഇത് നിരന്തരമായി ഇങ്ങനെ ചൂഷണം ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ ഇമ്രാൻഖാൻ്റെ അനുകൂലികളടക്കം വലിയ പ്രതിഷേധത്തിലാണ്. അസീം മുനീർ അമേരിക്കയിൽ ചെന്നപ്പോൾ പോലും അസീം മുനീറിനെതിരെ പ്ലക്കാർഡുകൾ അവിടെ ഉയർന്നതാണ്. അപ്പോൾ സൈന്യത്തിൻ്റെ വിശ്വാസ്യത വലിയ രീതിയിൽ പാകിസ്ഥാനിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആളുകളെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത് ഞങ്ങളാണ് യഥാർത്ഥ ദേശസ്നേഹികൾ, ഈ രാഷ്ട്രീയക്കാർ വലിയ അഴിമതിക്കാരാണ്, ഈ മതവും രാഷ്ട്രവും, അതാണല്ലോ പ്രധാനം, മതവും രാഷ്ട്രവും സംരക്ഷിക്കാൻ പ്രാപ്തിയുള്ളത് സൈന്യമാണെന്നാണ് പറഞ്ഞ് വലിപ്പിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ആ ജനവിശ്വാസം വല്ലാണ്ട് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ജനവിശ്വാസം വീണ്ടെടുക്കാനും ദേശസ്നേഹം ഒന്ന് പൊട്ടി മുളച്ച് അല്ലെങ്കിൽ തഴച്ചു വളരാനും വേണ്ടി ഇവർ പലപ്പോഴും ഭീകരവാദ സംഘടനകളെ ഇന്ത്യക്കെതിരെ തിരിച്ചുവിടുന്ന ഒരു ഏർപ്പാട് ചെയ്യുന്നു. ഈ പഹൽഗാം ഭീകരാക്രമണവും ഇത്തരത്തിലുണ്ടായ ഒന്നാണ് എന്നാണ് വലിയ രീതിയിലുള്ള ആരോപണം വരുന്നത്. അപ്പോൾ നിലവിൽ പറഞ്ഞു വന്നത്, ഈ എന്താണ് മിൽബസ്, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഈ മിൽബസ് മിലിറ്ററി ബിസിനസ് അതിൻ്റെ ഹബ്ബാണ് വാസ്തവത്തിൽ. സൈന്യം എന്താണോ തീരുമാനിക്കുന്നത്, സൈന്യം എന്താണോ ചിന്തിക്കുന്നത്, അതാണ് അവിടെ നടപ്പിലാകുന്നത്. അസീം മുനീർ അവിടെ നിലവിൽ അവരുടെ സൈനിക മേധാവിയാണ്. അസീം മുനീർ ഒരു സൈനിക മേധാവി എന്നതിനപ്പുറം വലിയൊരു ബിസിനസ്സുകാരനാണ്. വലിയ താമസമില്ലാതെ അദ്ദേഹത്തിൻ്റെ അധികാരക്കൊതി വല്ലാണ്ടുണ്ട്. പാകിസ്ഥാനിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു സർക്കാർ താമസിയാതെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനൊക്കെ.